ആദിൽ പട്നയിലെ കേന്ദ്രത്തിലുണ്ട്, എൻ കോളേജിൽ. എന്താണ് അവിടെ കാണാനാകുന്നത്? ഇപ്പോൾ രാവിലെ പുലർച്ചെ ആയിട്ടേ ഉള്ളൂ, പക്ഷേ ആളുകളൊക്കെ എത്തിത്തുടങ്ങിയിരിക്കുന്നു അല്ലേ ഫലമറിയാൻ? ഫലമറിയാൻ സ്ഥാനാർത്ഥികളുടെ ഏജന്റുകളായി അങ്ങനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. എൻ കോളേജിന് മുന്നിലെ നീണ്ട ക്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. വോട്ടെണ്ണലിന് സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികളായി എത്തുന്ന ആളുകളാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇത്രയും ആളുകളുണ്ട്, അവരിങ്ങനെ കയറിപ്പോകുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. അവർ പല കൂട്ടത്തിലും ഈ ഏജന്റുമാരായി വന്നവരുണ്ട്, ഒപ്പം തന്നെ സ്ഥാനാർത്ഥികൾക്ക് അഭിവാദ്യം അർപ്പിക്കാനായി, വിജയം അറിയാനായി ഇപ്പോൾ തന്നെ എത്തിയവരുമുണ്ട് പട്നയിൽ എന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന കാഴ്ച. कैसे होगा सर? क्या ये कौन जीतेगा? आप क्या लगता है? एनडीए की सरकार बनेगी। एनडीए के प्रवर्तक है आप? हाँ, मुकामा आनंद फिर से नीतीश, 25 से 30 फिर से नीतीश, फिर से एकदम में आनंद से जीतेंगे, आनंद से। कितने सीटों पर जीते आप? कौन? 150 से 160. 160 സീറ്റ് എന്നതാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. പ്രവർത്തകരും അതേ മനസ്സിൽ തന്നെയാണ്. 160 സീറ്റിൽ വിജയിക്കുമെന്നാണ് ഇവിടെ എത്തിയ ഈ സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർ ബിജെപിയുടെ പ്രവർത്തകരാണ്. അവർ തന്നെ പറയുന്നത് ഒന്നുകൂടി 20 വർഷമാണ് ഇതുവരെ നിതീഷ് കുമാർ പൂർത്തിയാക്കിയത്. ഒരു വട്ടം കൂടി നിതീഷ് കുമാർ എന്ന മുദ്രാവാക്യമാണ് അവസാന ഘട്ടത്തിലൊക്കെ. 10 മണിയോടുകൂടി തന്നെ അവിടെ ഇപ്പോൾ പ്രവർത്തകരെല്ലാം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു ആഘോഷ പ്രകടനത്തിലായിരിക്കുമല്ലോ എൻ കോളേജിന് മുൻവശമുള്ള ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുൻവശമുള്ള ഭാഗം സാക്ഷിയാവുക. ഉറപ്പായും അതെ. ഇപ്പോൾ തന്നെ ലഡുവിനൊക്കെ ഓർഡർ നൽകിയിട്ടുണ്ട് ബിജെപിയും ക്യാമ്പും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി അനുകൂലമായതോടെ വലിയ പ്രതീക്ഷയിലും സന്തോഷത്തിലുമാണ് നമ്മൾ വരുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ബിജെപിയുടെ ഓഫീസും മറ്റുമൊക്കെ അലങ്കരിച്ചിരിക്കുന്നു. വലിയ സന്തോഷവും ആഹ്ലാദവും. മുഖ്യമന്ത്രി എന്ന പ്രതികരണം ഇപ്പോൾ പ്രവർത്തകരെ നമ്മൾ കേൾക്കുന്നു. പക്ഷേ നിതീഷ് ആകുമോ മുഖ്യമന്ത്രി, നിതീഷാണോ മുഖ്യമന്ത്രി മുഖം എന്ന ചോദ്യത്തിന് ആദ്യം ഒന്ന് പറയാൻ മടിച്ചിരുന്ന അമിത്ഷായെ നമ്മൾ കണ്ടതാണ്. നിതീഷ് കുറച്ചു കാലത്തേക്കുള്ള മുഖ്യമന്ത്രി, പിന്നീട് ഒരു ബിജെപി മുഖ്യമന്ത്രി എന്ന സംശയവും അവിടെ ഉയരുന്നുണ്ട്. ആ നിലയ്ക്ക് കൂടി നിതീഷ് എന്ന പേര് അത് ഉന്നയിക്കുമ്പോൾ അത് എത്രത്തോളം ഉറപ്പ് നൽകുന്നു നിതീഷിന്റെ പേരിന്, നിതീഷ് എന്ന മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ? ഉറപ്പായും ന്യായമായും സംശയിക്കാവുന്ന ഒരു കാര്യമാണത്. പ്രത്യേകിച്ച് ബിജെപിക്ക് ഇതുവരെ ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഒരു മുഖ്യമന്ത്രി ബീഹാറിൽ വേണമെന്നത് വളരെ കാലമായുള്ള ബിജെപിയുടെ ആഗ്രഹമാണ്. നിതീഷിനെ കുറച്ച് കഴിയുമ്പോൾ തട്ടി ബിജെപിയുടെ ഒരു മുഖ്യമന്ത്രി വരുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പല ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിലൊക്കെ മുഖ്യമന്ത്രി നിതീഷ് തന്നെ എന്ന് പറയാൻ മടിച്ചു നിന്ന ബിജെപി നേതാക്കൾ തേജസ്വി യാദവിന്റെ ആക്രമണം എന്ന് നമ്മൾ പറയണം. നിതീഷ് കുമാറിനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഫലമറിഞ്ഞാൽ ചവിട്ടി പുറത്താക്കുകയാണ് ബിജെപി ചെയ്യുക എന്ന വിമർശനം. അതിന് പിന്നാലെ ഏറെക്കുറെ നിതീഷ് തന്നെയാകും മുഖ്യമന്ത്രി, അവിടെ ഒരു വേക്കൻസി ഇല്ല, നിതീഷ് തന്നെയാണ്, നിതീഷ് തന്നെ തുടരും മുഖ്യമന്ത്രി സ്ഥാനത്ത് എന്നൊരു പ്രതികരണത്തിലേക്കൊക്കെ എത്തേണ്ട സാഹചര്യം ഉണ്ടായത്. മഹാസഖ്യത്തിന്റെ വലിയ വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് അങ്ങനെ ഒരു അഭിപ്രായത്തിലേക്ക്, ഒരു പ്രതികരണത്തിലേക്കൊക്കെ പെട്ടെന്ന് പോകാം. പിയാസുനിൽ ഇപ്പോൾ RJDയുടെ ഒരു MLC നേപ്പാൾ ബംഗ്ലാദേശ് മോഡലിലുള്ള ഒരു പ്രക്ഷോഭമുണ്ടാകും വോട്ടെണ്ണലിന് ശേഷം. അതായത് ജനവിധി ആഗ്രഹിക്കുന്ന രീതിയിലല്ല വരുന്നതെങ്കിൽ ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്നൊക്കെയുള്ള ഒരു ഭീഷണിയൊക്കെ മുഴക്കുന്നുണ്ട്. FIR-നെ ഞാൻ ഭയക്കുന്നില്ല എന്നൊക്കെ പറയുകയാണ്. അതോടൊപ്പം തന്നെ അട്ടിമറി ഉണ്ടാകും എന്നുള്ള മുൻകൂർ ജാമ്യവും കേൾക്കുകയാണ്. എന്താണ് ബീഹാറിൽ അവസാന മിനിറ്റുകളിൽ ഇപ്പോൾ കണക്കുകൂട്ടലുകൾ അനുകൂലമാകില്ല എന്നുള്ള ഒരു അങ്ങനെയുള്ള ഒരു തോന്നലിലേക്ക് എത്തുന്നുണ്ടോ ഇപ്പോൾ RJD? സുജിയ, രണ്ട് തരത്തിലുള്ള ഒരു മാറ്റം ബീഹാറിലെ ഇത്തവണത്തെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഒന്നാമത്തത് സ്ത്രീ വോട്ടർമാരുടെ എണ്ണത്തിൽ, രണ്ടാമത്തത് വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ മാറ്റം എന്നത്. നമുക്കറിയാം, ബീഹാറിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ബീഹാറിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഏതൊക്കെ കാലത്ത് വോട്ടിംഗ് ശതമാനത്തിൽ മാറ്റമുണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ വർധനവുണ്ടായിട്ടുണ്ടോ ആ കാലത്തൊക്കെ അവിടെ രാഷ്ട്രീയ മാറ്റമുണ്ടായിട്ടുണ്ട്, അവിടെ സർക്കാരുകൾ മാറിയിട്ടുണ്ട്. അത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള സാഹചര്യമായിക്കോട്ടെ, 80കളിലായിക്കോട്ടെ, 90കളിലായിക്കോട്ടെ, വോട്ടിംഗ് ശതമാനത്തിൽ ഒരു 5 മുതൽ 6%, 8%, ഒരു 4% ഒക്കെ വ്യത്യാസമുണ്ടായിരുന്ന കാലത്തൊക്കെ തന്നെ അവിടെ സർക്കാരുകൾ മാറിയിട്ടുണ്ട്. ഇത്തവണ ബീഹാറിൽ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വ്യത്യാസമുണ്ടായിരിക്കുകയാണ്. 66.91%, ഏതാണ്ട് 67% വോട്ടാണ് ഇത്തവണ ബീഹാറിൽ പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ മാറ്റം, വലിയ വ്യത്യാസം, വർധനവ് ഇത്തവണ ഉണ്ടായിരിക്കുന്നു എന്നതാണ്. വോട്ടിംഗ് ശതമാനത്തിലെ മാറ്റം എന്ന് പറയുമ്പോൾ വനിതാ വോട്ടർമാരുടെ പോളിംഗും വൻതോതിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നൊരു കണക്ക് കൂടിയുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ 12% വർധനയാണ്. 71% സ്ത്രീ വോട്ടർമാരുടെ എണ്ണത്തിൽ കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പോൾ സ്ത്രീ വോട്ടർമാരുടെ എണ്ണം കൂടുന്നു,
സ്ത്രീകൾക്ക് അനുകൂലമായ ഒരുപാട് പദ്ധതികൾ നിതീഷ് കുമാർ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അത് രണ്ടും ചേർത്ത് വെച്ചുകൊണ്ട് നേരത്തെയുള്ള തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിന് അനുകൂലമായ ഘടകം സ്ത്രീ വോട്ടർമാരുടെ പിന്തുണയായിരുന്നു. അപ്പോൾ ഇത്തവണയും അതായിക്കൂടെ? തീർച്ചയായും സ്ത്രീ വോട്ടർമാരുടെ വലിയ വർധനവ് ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ ആകെയുള്ള സ്ത്രീ വോട്ടർമാരിൽ 71.6% സ്ത്രീകളും വോട്ട് ചെയ്തു എന്നതാണ്. ഏതാണ്ട് 8% വർധനവ് ആ നിലയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. 3,51,00,000 സ്ത്രീകളാണ് ഇത്തവണ വോട്ട് ചെയ്തത്. അതായത് ബീഹാറിൽ ആകെയുള്ള വോട്ടർ പട്ടികയിലെ വോട്ടർമാരുടെ എണ്ണം എന്നത് 7,42,00,000 പേരാണ്. ആ 7,42,00,000 പേരിൽ 3,51,00,000 സ്ത്രീകൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു എന്നതാണ്. അതൊരു വലിയ ശതമാനമാണ്. തീർച്ചയായും നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന് മുൻപ് നിതീഷ് കുമാർ സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ 10,000 രൂപ നൽകുന്ന ഒരു വലിയൊരു തീരുമാനത്തിലേക്ക് പോയി. പലർക്കും ആ തുക കിട്ടി. അതൊക്കെ തന്നെ സ്ത്രീ വോട്ടർമാരെ ഉണർത്തിയിട്ടുണ്ട്. മാത്രമല്ല, നിതീഷ് കുമാർ ബീഹാറിലെ സ്ത്രീകൾക്കിടയിൽ ഇപ്പോഴും ഒരു ഹീറോ തന്നെയാണ്. കാരണം ഈ BJP ഒക്കെ തന്നെ ഇത്തവണത്തെ പ്രചരണ യോഗങ്ങളിൽ നരേന്ദ്രമോദിയൊക്കെ തന്നെ ആഞ്ഞടിച്ചത് ജംഗിൾ രാജ് എന്ന് ഉയർത്തിയാണ്. കാരണം ലാലു പ്രസാദ് യാദവിന്റെ, അത് കഴിഞ്ഞ് റാബ്രി ദേവിയുടെ കാലമൊക്കെ തന്നെ ബീഹാറിൽ ജംഗിൾ രാജായിരുന്നു, ഗുണ്ടായിസമായിരുന്നു, വലിയ അക്രമമായിരുന്നു, അതിക്രമങ്ങളായിരുന്നു എന്നതാണ് ഈ മോദിയും അതുപോലെ തന്നെ അമിത്ഷാ ആയാലും BJP നേതാക്കളായാലും നിതീഷ് കുമാർ ആയാലും ഓർമ്മപ്പെടുത്തുന്നത്. ആ ഒരു ഭീതി ഇപ്പോഴും ബീഹാറിന്റെ മനസ്സിലുണ്ട്, അവിടുത്തെ സ്ത്രീകളുടെ മനസ്സിലുണ്ട്. അപ്പോൾ അത് വീണ്ടും വീണ്ടും ഉണർത്തിയെടുക്കാനാണ് ഈ തെരഞ്ഞെടുപ്പിൽ NDA ശ്രമിച്ചത്. അപ്പോൾ അവിടെ നിന്ന് നിതീഷ് കുമാർ അധികാരത്തിൽ വന്ന ശേഷം ആ അക്രമങ്ങൾ അടിച്ചമർത്തുന്നു, അവിടെ മദ്യനിരോധനം കൊണ്ടുവരുന്നു. അപ്പോൾ സ്ത്രീകളുടെയൊക്കെ തന്നെ വലിയ പിന്തുണ ബീഹാറിൽ അങ്ങനെ നിതീഷ് കുമാറിന് ആർജിക്കാനായിട്ടുണ്ട്. 20 വർഷം കഴിയുമ്പോഴും ആ ഒരു പിന്തുണയിൽ ഒരു ഇടിവ് പോലും സംഭവിക്കുന്നില്ല എന്നത് ഒരുപക്ഷെ ഇപ്പോഴത്തെ ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ശരിയാവുകയാണെങ്കിൽ അത് അതേപോലെ നിലനിൽക്കുന്നു. അത് ശരിയാവുകയാണെങ്കിൽ അതൊരു ചരിത്രമാണ്. നിതീഷ് കുമാറിന് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ചെറിയൊരു ശതമാനമേ ഉള്ളൂ നിതീഷ് കുമാറിന്റെ ഒരു സമുദായം എന്ന് പറയുന്നത്. കുർമി 2.3% താഴെ മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നിതീഷ് കുമാർ ബീഹാറിൽ ജാതി എത്രത്തോളം പ്രധാനപ്പെട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ നിന്ന് വന്ന നിതീഷ് കുമാർ ഇതുപോലെ ബീഹാറിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ നിൽക്കുന്നു എന്നത് തീർച്ചയായും ഈ സ്ത്രീ വോട്ടർമാരുടെ പിന്തുണയിൽ തന്നെയാണ്. അപ്പോൾ സ്ത്രീ വോട്ടർമാർ ഇത്തവണ വലിയ ഫാക്ടറായിട്ടുണ്ട്. അത് വോട്ടിംഗ് ശതമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ട്.